സുപ്രഭാതം സുഹൃത്തുക്കളെ. ഇന്ന് ഞങ്ങൾ പറമ്പിലെ കാട് വെട്ടാൻ വേണ്ടി പോവാണ്. അപ്പം മിഷൻ ശരിയാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നേരെ മിഷൻ ശരിയാക്കാനുള്ളോട്ട്. സുഹൃത്തുക്കളെ, മിഷത്തിൽ ഇപ്പോൾ ഉള്ളത് പുല്ല് വെട്ടുന്നതിൻ്റെ ബുരുടയാണ്, റോപ്പിൻ്റെ ബുരുടയാണ് ഉള്ളത്. അപ്പോൾ അത് ഊരുവാണ്. അത് ഊരിച്ച് വേണം, കുറച്ച് കാട് വലിയ കാടാണ്, അപ്പോൾ അതുകൊണ്ട് ബ്ലേഡ് ഇടാത്തതുകൊണ്ടാണ്. അപ്പോൾ അതിന് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ ബ്ലേഡ് ടൈറ്റ് ആക്കുവാണ്. കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ വെട്ടുമ്പത്തിനും ഈ ബ്ലേഡ് വിട്ട് വരും. അത് ഇച്ചിരി ഡേഞ്ചറാണ്. അതുകൊണ്ട് നമ്മൾ ഇത് നല്ല ടൈറ്റ് ചെയ്യണം സ്പാനർ കൊണ്ടൊക്കെ. ഇതുപോലെ തോട്ടത്തിലോട്ട് പോകണം. അപ്പോൾ കുരുമുളകൊക്കെ മൂത്ത് വന്ന് റബ്ബർ ഷീറ്റൊക്കെ രാവിലെ തന്നെ ഷീറ്റ് അടിച്ചിട്ടേക്കുവാണ്. അപ്പോൾ തോട്ടത്തിലോട്ട് പോവാണ്. കാട് ഭയങ്കരമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കാട് വെട്ടി തോട്ടമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ തന്നെയാണ്. ഇതാണ് ഞങ്ങളുടെ അടയ്ക്കാത്തോട്ടം. ചിലതൊക്കെ പല സൈസിലുള്ളതാണ്. ചെറിയ എല്ലാവർക്കും പരിചയമുള്ള പാഷൻ ഫ്രൂട്ട് പഴമായിട്ടില്ല. അനിയ ഒരു പഴമുണ്ടല്ലേ. സുഹൃത്തുക്കൾ, പാഷൻ ഫ്രൂട്ട് അപ്പോൾ അടിച്ച് മടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് കഴിക്കാമല്ലോടാ സുഹൃത്തെ. സുഹൃത്തുക്കൾ, ഇത് ഞങ്ങളുടെ തോട്ടമാണ്. താഴത്തോട്ടുണ്ട് നേരെ പോവാം. താഴെയാണ് കാട് വെട്ടണത്. അപ്പം നേരെ താഴത്തോട്ട്. സുഹൃത്തുക്കളെ, ഈ കുരുമുളകിൻ്റെ പേരാണ് കരിമുണ്ട. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇതിപ്പോൾ മൂത്തിട്ടുണ്ട്. ഇത് ഇന്നോ നാളെയായിട്ട് നമുക്ക് പറിക്കണം. ഇപ്പം ഫസ്റ്റ് നമ്മളൊന്ന് കാട് വെട്ടിയിട്ട് കഴിഞ്ഞിട്ട് വേണം കുരുമുളക് പറിക്കാൻ. നമുക്ക് നേരെ താഴത്തോട്ട് പോവാം. നമുക്ക് താഴത്തെ കാഴ്ചകളിലോട്ട്. സുഹൃത്തുക്കളെ, ഈ താഴത്തെ അടയ്ക്കാത്തോട്ടത്തിലുള്ള ഈ ചെറിയ കാടുകൾ റോപ്പിട്ട് അടിക്കാനുള്ളതേ ഉള്ളൂ. ഇപ്പം മെഷീനിട്ട് മറ്റേ നമ്മൾ ബ്ലേഡ് ഇട്ട് വെട്ടിക്കഴിഞ്ഞാൽ നഷ്ടമാണ്. പെട്രോൾ വെറുതെ ഇതാകുള്ളൂ. മറ്റേ റോപ്പിട്ട് വെട്ടുവാണെങ്കിൽ നല്ല പറമ്പ് നല്ല അടിപൊളി ക്ലീനായിട്ട് ഇതേപോലെ കാണും. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ അടുത്ത ലെയറായ നമ്മുടെ റബ്ബർ തോട്ടത്തിലോട്ടെത്തി. റബ്ബർ തോട്ടത്തിൽ നേരത്തെ കാട് വെട്ടിയതാണ്. അതുകൊണ്ട് ചെറുതായിട്ട് കയറി വരുന്നുണ്ട്. ഇടയ്ക്ക് ഒരു മഴ കിട്ടിയാറിനും കൊണ്ട് ചെറുതായിട്ട് കയറി വന്നു. നമ്മുടെ ജിമ്മിയും കൂടി ഉണ്ട് കൂട്ടത്തിൽ. ജിമ്മി നേരെ മുന്നോട്ട് പോവാം. അനിയനും മമ്മിയും കൂടെ പോയി കൂടത്തിലോട്ട് കണ്ട് അവനും കൂടെ ഓടിപ്പോവാം. നമ്മൾ പറമ്പിലോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ ഒരു ദിവസം പോലും രാത്രിയിലായാലും പകലായാലും എങ്ങോട്ടായാലും നമ്മുടെ കൂട്ടത്തിൽ തന്നെ തോട്ടത്തിലോട്ട് വരും. ഇനി ഒരുത്തനുണ്ട്, അവൻ വീട്ടിലാണ്, ടോബി. സുഹൃത്തുക്കളെ, ഇതാണ് ഇന്ന് വെട്ടി തകർക്കാനുള്ളത്. കഴിഞ്ഞ ഒരു മഴക്കാലത്ത് വിട്ട ഒരു കാടാണ്. കുറച്ച് ഞങ്ങൾ ഇവിടെ നട്ടതായിരുന്നു, കശുവന്തിയൊക്കെ നട്ടതാണ്. പക്ഷേ ഈ കാട് കാരണം കൊണ്ട് എല്ലാം നടുക്കുണ്ട്. ഇനിയിപ്പോൾ ഏതൊക്കെ വെട്ടിക്കളയുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയാം. അപ്പോൾ നേരെ വെട്ടണ വീടിലോട്ട് പോകാം നമുക്ക്. അപ്പം സുഹൃത്തുക്കളെ, ഹെൽമെറ്റൊക്കെ ഇട്ട് നല്ല സേഫ്റ്റിയോട് കൂടി വെട്ടാൻ വേണ്ടി പോവാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്യടാ. മനസ്സിലാ മടുത്തിട്ട് പിരിക്കുകയാണ്. അപ്പം മെഷീന് റെസ്റ്റാകും, എനിക്കും റെസ്റ്റാകും. കുറച്ച് വെള്ളം കുടിക്കാത്തുണ്ട്. ഏകദേശം 1/2 ലിറ്റർ പെട്രോളും കൊണ്ട് ഒരു സരാസരി ചെറിയ കാടൊക്കെ ആണെങ്കിൽ 1.5 മണിക്കൂർ അടിക്കുക. നമ്മുടെ കാട് കുറച്ച് വലുതായതുകൊണ്ട് 1.25 മണിക്കൂർ കഷ്ടി അടിക്കായിരിക്കും. ഇപ്പോൾ 1 മണിക്കൂറിൻ്റെ അടുത്തായിട്ടുണ്ട്. ഇനിയുണ്ട് കുറച്ച് പെട്രോൾ. അപ്പോൾ നോക്കി കാണാം, ഇത് ഫുൾ അടിച്ച് തകർത്തേക്കണതാണ്.